മുഖത്ത് മുറിവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-3 രീതിയിൽ മുറിവുണക്കാം. ഒന്നില്ലെങ്കിൽ ഡ്രസ്സിങ് ആയിട്ട് മുറിവുണക്കാം, അതല്ലെങ്കിൽ തുന്നിയിട്ട് മുറിവുണക്കാം, പിന്നെ പ്ലാസ്റ്റിക് സർജനെ കൊണ്ട് തുന്നിപ്പിച്ച് മുറിവുണക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും രീതികളുണ്ട്. അതിന് സമയവും അതിന് സാമ്പത്തികവും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജനെ കൊണ്ട് എന്തുകൊണ്ട് മുഖത്ത് ഉള്ള മുറിവ് തുന്നിക്കണം, അതിനെന്താണ് വ്യത്യാസം ബാക്കിയുള്ളവർ തുന്നുന്നത് തമ്മിൽ? നമ്മൾ തുന്നുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ തുന്നുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളത് ഒരു മാഗ്നിഫൈ ചെയ്താൽ നോക്കുന്നത്. നമ്മളൊരു സ്പെക്ടക്കിൾ വെച്ചിട്ട് അതുപോലെ ലെൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും ഒരു 4 ഇരട്ടി അല്ലെങ്കിൽ 3.5 ഇരട്ടി വലിപ്പത്തിലാണ് നമ്മൾ കാണുക. അപ്പോൾ നമ്മളൊരു പേപ്പർ കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ തിരിച്ച് കറക്റ്റായിട്ട് റീപൊസിഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ നമുക്ക് ആ മുറിവിനെ പഴയ പോലെ മാക്സിമം അടുപ്പിച്ച് കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന തുന്നലുകൾ വളരെ നേർന്ന തുന്നലാണ്. നമുക്ക് പറയണമെങ്കിൽ മുടിയിൽ കാണുന്ന കട്ടിയുണ്ടല്ലോ, ആ കട്ടീനേക്കാളും കുറഞ്ഞിട്ടുള്ള കട്ടിയുള്ള തുന്നലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ ടെക്നിക്സ്, ഇതെല്ലാം കൂടി വരുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ നല്ല കാര്യമായിട്ട് നല്ല രീതിയിൽ മുറിവിൻ്റെ വലിപ്പം വ്യാസം കുറയും. മുറിവ് പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണില്ല. അതാണ് നമ്മളൊരു പ്ലാസ്റ്റിക് സർജൻ ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ പലരും തുന്നിക്കഴിയുമ്പോൾ കാണാറുണ്ട്, മുറിവിൻ്റെ ഒരു പാടും കാണും, അതേപോലെ തന്നെ മീനിൻ്റെ മുള്ളിൽ കാണുന്ന പോലെ ക്രോസായിട്ട് തുന്നലിൻ്റെ പാട് കാണും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുന്നലിൻ്റെ പാടുകൾ നമുക്ക് ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. തുന്നലിൻ്റെ പാട് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല, നമുക്ക് ആ ഒരു സ്കാറ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ആ സ്കാറിൻ്റെ വലിപ്പം മാക്സിമം കുറച്ച് ഒരു പെട്ടെന്നറിയാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഒരു കോസ്മെറ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ ചെയ്താലുള്ള ഒരു പ്രത്യേകത. ഇതൊരു കോസ്മെറ്റിക് സർജറി ആയിട്ട് കാണില്ല, ഇൻഷുറൻസുകളിൽ നമുക്കത് കിട്ടുന്നതാണ്. ഇതൊരു കോസ്മെറ്റിക് സർജറി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇതൊരു പ്ലാസ്റ്റിക് സർജൻ ചെയ്യുന്ന ഒരു സർജറിയാണ്. പക്ഷേ കാര്യമായിട്ട് ബാക്കിയുള്ളവരുടെ കാഴ്ചയിൽ പെടാത്ത രീതിയിൽ നമുക്ക് ആ മുറിവിനെ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു വ്യത്യാസം.